ഇനി നമ്മളെല്ലാവരും അടുത്തുള്ള കടയിൽ ചെന്ന് പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മളിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നിലവിലുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അനേകം പ്ലാറ്റ്ഫോംസ് ഉള്ളപ്പോഴും നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ചുരുക്കം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്. അതെന്തുകൊണ്ടാണ്? അത് നിസ്സംശയം പറയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. എല്ലാവരുടെയും വെബ്സൈറ്റ്സും അവരുടെ സർവീസും അവരുടെ പ്രോഡക്ട്സും ഒക്കെ സിമിലർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഡീറ്റെയിലി അവർ തരുന്ന ഒരു പ്രസൻറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും പല വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്, പക്ഷേ നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഇൻഫ്ലുവൻസിൻ്റെ ആഡ്സ് ആയിട്ട് ഡിസ്കൗണ്ട് ഓഫേഴ്സ് നമ്മൾ ഇമെയിൽ വരികയും നമ്മളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ മൊബൈലിലോട്ട് ഇരുന്ന് വെറും ഒരു കോയിൻസിഡൻസ് അല്ല, ഇത് കൃത്യമായിട്ടൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. കാഷ്വലായിട്ട് സെർച്ച് ചെയ്യുന്നില്ല, അല്ല കാഷ്വൽ ബ്രൗസേഴ്സിനെ ലോയൽ കസ്റ്റമേഴ്സ് ആക്കാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി. ഇതിനായിട്ട് അവർ നിങ്ങളുടെ ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് ലൊക്കേഷനിൽ നിന്നാണ് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നത്, നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് പിന്നെ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ, അതിനെ കാർട്ട് അബാൻഡ് എന്നാണ് പറയുന്നത്. കാർട്ട് അബാൻഡ് ചെയ്ത യൂസേഴ്സിന് ഇമെയിലിലൂടെയും ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെയും റീടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ടാർഗറ്റഡ് ആഡ്സ് പുഷ് ചെയ്തുകൊണ്ട് മാത്രം കഴിഞ്ഞ വർഷം ആമസോൺ US മാത്രം $1.9 ബില്യൺ സെയിലാണ് നടന്നത്. അപ്പോൾ ബാക്കിയുള്ള മാർക്കറ്റിംഗ് ബിസിനസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. സോ നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇ-കൊമേഴ്സ് കമ്പനീസ് ഡിഫറെൻറ്റ് തരത്തിൽ നിങ്ങളുടെ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ റീടാർഗറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് എളുപ്പത്തിലൊരു ബ്രാൻഡ് വളരുന്നത്.